ഹായ് മക്കളെ, ലോസ് ഓഫ് മോഷൻ എന്നുള്ള 4ാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട 10 ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കിക്കോളൂ. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഡിഫൈൻസ്. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് ലോ ആണ് ഫോഴ്സ് ഡിഫൈൻ ചെയ്യുന്നത്. സോ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഈസ് ആൾസോ നോൺ ആസ് ലോ ഓഫ് ഫോഴ്സ്. ഓക്കെ, ഡിഫൈൻസ് ഫോഴ്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദി ഏരിയ അണ്ടർ ഫോഴ്സ് ടൈം ഗ്രാഫ്. ഫോഴ്സും ടൈമും തമ്മിലുള്ള ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ എന്ത് കിട്ടും എന്നറിയാൻ എക്സ് വാല്യൂ വൈ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഫോഴ്സ് ഇൻറ്റു ടൈം, ഇമ്പൾസ്. ഓക്കെ, സോ ഏരിയ അണ്ടർ എഫ് ടി ഗ്രാഫ്. ഓക്കെ, ഇതിൻ്റെ ഏരിയ ഒരു റെക്ടാങ്കുലർ ഏരിയ ആവും. ഈ ഷേപ്പ് ആണെങ്കിൽ ഇതുപോലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ആകുമ്പോൾ ട്രയാങ്കുലർ ഏരിയ ഒക്കെ നമുക്കറിയാം. ഏരിയ അണ്ടർ എഫ് ടി ഗ്രാഫ് ഗീവ്സ് ഇമ്പൾസ്. ഇമ്പൾസിന് പകരം എന്തും എഴുതാം? ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് എഴുതാം. ഇമ്പൾസ് ഈസ് ആൾസോ ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂസിങ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഡിറൈവ് ദി ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു എം എ. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ച് എഫ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്നാണല്ലോ. ഡെൽറ്റ പി എന്ന് പറയുമ്പോൾ പി എന്ന് പറയുന്നത് മൊമെൻറ്റമാണ്. സോ മൊമെൻറ്റം മാസ് ഇൻറ്റു വെലോസിറ്റി, മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി മൈനസ് മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടി എന്ന് വരും. എം കോമൺ ആക്കി എടുത്താൽ വി മൈനസ് യു ബൈ ടി അല്ലെങ്കിൽ ഡെൽറ്റ ടി. വി മൈനസ് യു ബൈ ടി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ. എഫ് ഇസ് ഈക്വൽ ടു എം എ. ഓക്കെ, then next question. A large force acting on a short interval of time is called impulsive force. What is the SI unit of impulse? ഇമ്പൾസിൻ്റെ SI യൂണിറ്റ് ആണ്. ഇമ്പൾസ് കാണാനുള്ള ഫോർമുല ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. സോ ഫോഴ്സിൻ്റെ യൂണിറ്റ് നിങ്ങൾക്കറിയാം. SI യൂണിറ്റ് ന്യൂട്ടൺ, ടൈം സെക്കൻഡ്, ന്യൂട്ടൺ സെക്കൻഡ്. ഇനി ഇമ്പൾസ് ഈസ് ആൾസോ ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്നാണല്ലോ. അതുകൊണ്ട് മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റായ മാസ് ഇൻറ്റു വെലോസിറ്റി, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, അങ്ങനെയും എഴുതാം ഇമ്പൾസിൻ്റെ യൂണിറ്റ്. ദെൻ 2 billiard balls each of mass 0.05 kilogram moving in opposite direction. 2 ബില്ലിയോഡ് ബോളുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്. ഒരേ സ്പീഡ്, എൽ സ്പീഡ് 6 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ രണ്ടും കൊളൈഡ് ചെയ്ത് ആൻഡ് റീബൗണ്ട് വിത്ത് സെയിം സ്പീഡ്. 2 ബില്ലിയോഡ് ബോളുകൾ ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്ന് അത് കൊളീഷൻ നടന്ന് പിന്നെ രണ്ടും അത് റീബൗണ്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നു. രണ്ട് പേരുടെയും ഇനി ഫൈനൽ വെലോസിറ്റി, അതായത് കൊളീഷന് ശേഷം പോകുന്ന വെലോസിറ്റിയും 6 ആണ്. ഇവ ഇങ്ങോട്ട് വന്നത് 6-ലാണ്, തിരിച്ചു പോകുന്നത് 6-ലാണ്. വാട്ട് ഈസ് ദി ഇമ്പൾസ് ഇമ്പാർട്ടഡ്? ഇമ്പൾസ് എങ്ങനെ കാണും? ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം, ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം, എം ഇൻറ്റു വി മൈനസ് യു. ഫൈനൽ മൊമെൻറ്റം 6, ഇനീഷ്യൽ ഫൈനൽ വെലോസിറ്റി 6 ആണ്, ഇനീഷ്യൽ വെലോസിറ്റിയും 6 ആണ്. പക്ഷേ ഇനീഷ്യൽ വെലോസിറ്റി അങ്ങോട്ടാണെങ്കിൽ ഫൈനൽ വെലോസിറ്റി ഇങ്ങോട്ടാണ്. അപ്പോൾ ഒരു വെലോസിറ്റി നമ്മൾ പ്ലസ് ആക്കി എടുക്കുമ്പോൾ മറ്റൊരു വെലോസിറ്റിയെ മൈനസ് ആക്കി എടുക്കാം. ഇവനെ പ്ലസ് ആക്കി ഇവനെ മൈനസ് ആക്കാം. അതല്ലെങ്കിൽ ആദ്യം ഇത് ഈ രണ്ടാമത്തെ ബോൾ, ഈ ബോളിൻ്റെ കേസിൽ ആദ്യം ഇങ്ങോട്ടല്ലേ വന്നത്, അതെ, പിന്നെ ഇങ്ങോട്ടല്ലേ പോയത്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി -6, ഫൈനൽ വെലോസിറ്റി +6. ഓക്കെ, ഫൈനൽ വെലോസിറ്റി +6, ഇനീഷ്യൽ വെലോസിറ്റി -6. അപ്പോൾ വി മൈനസ് യു എന്ന് പറയുമ്പോൾ 6 - -6. അതല്ലെങ്കിൽ -6 ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പ്രോബ്ലം കൊടുത്തിരിക്കുന്നത് ഈ ബോർഡിൻ്റെ കേസിൽ ഇനീഷ്യൽ വെലോസിറ്റി ലെഫ്റ്റ് സൈഡ് നെഗറ്റീവ്, ഫൈനൽ വെലോസിറ്റി റൈറ്റിലേക്ക് പോസിറ്റീവ്. സോ ഫൈനൽ പോസിറ്റീവ്, ഇനീഷ്യൽ നെഗറ്റീവ്. അങ്ങനെ വരുമ്പോൾ 12 എന്ന് വരും. ഇൻറ്റു 0.05 ചെയ്യുമ്പോൾ 0.6 ന്യൂട്ടൺ സെക്കൻഡ് എന്ന് വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ക്രിക്കറ്റർ മൂവ്സ് ഹിസ് ഹാൻഡ്സ് ബാക്ക്വേർഡ് വൈൽ ഹോൾഡിംഗ് എ ക്യാച്ച്. ക്യാച്ച് ചെയ്യുന്ന സമയത്ത് കൈകൾ പിറകോട്ട് വലിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്കറിയാം എഫ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ആണ്. അതല്ലെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു ഇമ്പൾസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. കൈകൾ താഴ്ത്തുന്ന സമയത്ത് ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് വേണ്ടി എടുക്കുന്ന ടൈം കൂട്ടുകയാണ്, ടൈം ഇൻ്റർവൽ കൂട്ടുകയാണ്. ടൈം ഇൻ്റർവൽ കൂട്ടിയാൽ ആ ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ടൈം ഇൻ്റർവൽ കൂട്ടി ഫോഴ്സ് കുറക്കുന്നതിന് വേണ്ടിയാണ് ക്രിക്കറ്റർ കൈ താഴ്ത്തുന്നത് ക്യാച്ച് ചെയ്യുന്ന സമയത്ത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ മാസ് ഓഫ് 6 kilogram is suspended by a rope of length 2 meter from the ceiling. സീലിങ്ങിൽ നിന്ന് നോക്കണം, 2 മീറ്റർ നീളമുള്ള ഒരു റോപ്പ്, അതിൻ്റെ അറ്റത്ത് 6 കിലോഗ്രാം വെയിറ്റ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇത് 2 മീറ്ററാണ് ഇതിൻ്റെ മൊത്തം നീളം. ഓക്കെ, എ ഫോഴ്സ് ഓഫ് 50 ന്യൂട്ടൺ ഇൻ ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഈസ് അപ്ലൈഡ് അറ്റ് ദി മിഡ് പോയിന്റ് പി ഓഫ് ദി റോപ്പ്. ഈ റോപ്പിൻ്റെ മിഡ് പോയിന്റിൽ പി എന്നുള്ള പോയിന്റിൽ ഇങ്ങനെ ഇങ്ങോട്ടൊരു ഫോഴ്സ് 50 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്, മിഡ് പോയിന്റ്. ഓക്കെ, സെൻറ്ററിൽ ആസ് ഷോൺ, അങ്ങനെ ചിത്രത്തിൽ കാണിച്ചതുപോലെ. അപ്പോൾ നോക്കുക, ഇങ്ങനെയാണ് ഇപ്പോൾ ഈ റോപ്പ് നിൽക്കുന്നത്. അത് ഈ ബാക്കി ഭാഗം താഴോട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇവിടെ 6 കിലോഗ്രാം വെയിറ്റ് ആണ് ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നത്. ഇങ്ങോട്ടൊരു 50 ന്യൂട്ടൺ ഫോഴ്സ് ഹൊറിസോണ്ടലായി കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ നൂല് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇവിടെ വെർട്ടിക്കലിൽ നിന്ന് ഈ നൂലുണ്ടാക്കുന്ന ആംഗിൾ തീറ്റ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നൂലിൻ്റെ ഈ ഭാഗത്ത് ടെൻഷൻ ഉണ്ടാവും, ഈ ഭാഗത്ത് ഇങ്ങോട്ടും ടെൻഷൻ ഉണ്ടാവും. കാരണം അങ്ങോട്ടൊരു ഫോഴ്സ് വരുമ്പോൾ ഓപ്പോസിറ്റായി ഫോഴ്സ് ഇങ്ങോട്ട് വരണം.
ഇങ്ങോട്ട് ഫോഴ്സ് ഉണ്ടാകുമ്പോൾ ഓപ്പോസിറ്റ് ഫോഴ്സ് ഇങ്ങോട്ട് വരണം. പക്ഷേ ഇങ്ങോട്ട് ഫോഴ്സ് ഉണ്ടാകാൻ ഈ നൂലിൻ്റെ രണ്ട് ഭാഗങ്ങൾ ഈ രീതിയിലും കിടക്കുന്നത് കാരണം ഇവിടെ ടെൻഷൻ നൂലിലൂടെ ഈ രണ്ട് ഡയറക്ഷനിലുണ്ടാവും. പാരലലോഗ്രാം ലോ അനുസരിച്ച് ഈ പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്ത റിസൾട്ടൻ്റ് ഇങ്ങോട്ട് വരൂലേ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ടെൻഷൻ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ 50 ന്യൂട്ടൺ കൊടുക്കുമ്പോൾ ഈ വയറിൽ ടെൻഷൻ ഇങ്ങോട്ടും ഈ വയറിൽ T2 എന്ന ടെൻഷൻ താഴോട്ടും ഉണ്ടാവും. ഓക്കെ, ചോദ്യം എന്താ? വാട്ട് ഈസ് ദി ആംഗിൾ ദി റോപ്പ് മേക്ക് വിത്ത് വെർട്ടിക്കൽ? ഈ റോപ്പ് ഈ വെർട്ടിക്കലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്ന് കാണണം. നോക്കട്ടെ, സിമ്പിളായി പഠിക്കാം. ഈ ടെൻഷൻ T1 ആണെങ്കിൽ T1ൻ്റെ ഒരു കമ്പോണൻ്റ് ആണ് ഇത്. ഈ ആംഗിൾ തീറ്റ ആകുമ്പോൾ ഇത് T1 കോസ് തീറ്റ. അപ്പോൾ ഇങ്ങോട്ടുള്ള കമ്പോണൻറ്റോ T1 സൈൻ തീറ്റ. ശ്രദ്ധിക്കുക, T1 സൈൻ തീറ്റ എന്നത് 50ക്ക് ഈക്വലാണ്, ഇക്വലിബ്രിയത്തിൽ. ഓക്കെ, അപ്പോൾ T1 സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 50. ഇനിയോ T1 കോസ് തീറ്റ ഈസ് ഈക്വൽ ടു T2. ഈ T2 എന്ന് പറയുന്ന ഫോഴ്സ് നോക്കണം, ഈ ബോഡി 6 കിലോഗ്രാം ആണ്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് 60. വെയിറ്റ് എങ്ങനെയൊക്കെയാണ്? M×G എന്നല്ലേ. അപ്പോൾ 6×10 60 ന്യൂട്ടൺ ആ വെയിറ്റ് താഴോട്ട്. അപ്പോൾ മേലോട്ടുണ്ടാകുന്ന റിയാക്ഷൻ ഫോഴ്സായ T2 എന്ത് തന്നെ? 60 തന്നെ. താഴോട്ട് 60 ആണെങ്കിൽ മേലോട്ട് 60. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഈ പോയിന്റിൽ നിന്ന് താഴോട്ട് T2 എന്നുള്ള ടെൻഷൻ ഉണ്ട്, അതേ നൂലിൽ മേലോട്ടും ഈ ടെൻഷൻ ഉണ്ട്. ഈ താഴോട്ടുള്ള T2 മേലോട്ടുള്ള ടെൻഷൻ രണ്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് T2വിൻ്റെ വാല്യൂ 60ക്ക് ഈക്വലാണ്. സോ T1 കോസ് തീറ്റ ഈസ് ഈക്വൽ ടു T2. T2വിൻ്റെ വാല്യൂ 60. സോ T1 കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 60. T1 സൈൻ തീറ്റ 50. ഇനി ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ T1 സൈൻ തീറ്റ ബൈ T1 കോസ് തീറ്റ, T1 കട്ട് ചെയ്ത് പോകും, സൈൻ ബൈ കോസ് ടാൻ ആവും. 50/60 0 കട്ട് ചെയ്ത് പോയാൽ 5/6 ആവും. ടാൻ തീറ്റ 5/6, തീറ്റ ടാൻ ഇൻവേഴ്സ് 5/6. ഓക്കെ, ഈ പ്രോബ്ലം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തതാണ്. പബ്ലിക് എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടിയാണ്. ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. സ്റ്റെപ്സ് ഒക്കെ വളരെ സിമ്പിളാണ്, ഡയഗ്രം ഒന്ന് തെറ്റാതെ മനസ്സിലാക്കിയാൽ മതി എന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ പാസഞ്ചർ സ്റ്റാൻഡിംഗ് ഇൻ എ ബസ് ടെൻസ് ടു ഫോൾ ബാക്ക്വേർഡ് വെൻ ദി ബസ് സഡൻലി ബിഗിൻസ് ടു മൂവ് ഫോർവേഡ്. എക്സ്പ്ലെയിൻ വൈ. ഓക്കെ, പെട്ടെന്ന് ബസ് മുന്നോട്ടെടുക്കുമ്പോൾ നിൽക്കുന്ന യാത്രക്കാർ എന്ത് ചെയ്യും? പിറകോട്ട് വീഴും. അത് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഒരു മാർക്കിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. ഇനി ഇനേർഷ്യ ഓഫ് മോഷൻ എക്സാമ്പിൾ പഠിച്ചില്ലേ? ഓടുന്ന ബസ്സിൽ പെട്ടെന്ന് നിർത്തുന്ന സമയത്ത് നിൽക്കുന്ന യാത്രക്കാർ മുന്നോട്ട് വീഴാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഇനബിലിറ്റി ടു ചേഞ്ച് ദി ബോഡി, ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് എഴുതി. ഇനബിലിറ്റി ഓഫ് എ ബോഡി ബൈ ഇറ്റ് സെൽഫ് ടു ചേഞ്ച് ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഓക്കെ, ശരി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഗൺ മൂവ്സ് ബാക്ക്വേർഡ് വെൻ എ ഷോട്ട് ഈസ് ഫയർഡ് ഫ്രം ഇറ്റ്. റീകോയിൽ ഓഫ് ഗൺ ഓർക്കണില്ലേ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ഓക്കെ, അപ്പോൾ ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റ് മസിൽ സ്പീഡിൽ മുന്നോട്ട് പോകുമ്പോൾ ഗണ്ണ് പിറകോട്ട് വരും. ശ്രദ്ധിക്കേണ്ടത് ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ശ്രദ്ധിക്കണം, മുന്നോട്ടുള്ള ബുള്ളറ്റിൻ്റെ മൊമെൻറ്റവും പിറകോട്ടുള്ള ആ ഗണ്ണിൻ്റെ മൊമെൻറ്റവും ഈക്വൽ ആയിരിക്കും. രണ്ടുപേരുടെയും മൊമെൻറ്റം ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കും. ആ ഓപ്ഷൻ ഏതാണ്? മൊമെൻറ്റം ഓഫ് ഗൺ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഷോട്ട്. അത് ശരിയല്ല. മൊമെൻറ്റം അക്വയർഡ് ബൈ ഗൺ ആൻഡ് ഷോട്ട് ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ്. അത് ശരിയാണ്. ഗൺ ആൻഡ് ഷോട്ട് അക്വയർ സെയിം എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി. അത് ശരിയല്ല. അപ്പോൾ ഏതാ ഓപ്ഷൻ ശരി? മൊമെൻറ്റം അക്വയർഡ് ബൈ ഗൺ ആൻഡ് ഷോട്ട് ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ്. രണ്ടും ഒരേ മാഗ്നിറ്റ്യൂഡ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. മൊമെൻറ്റമാണ് ശ്രദ്ധിക്കണം. ഇനി റീകോയിൽ വെലോസിറ്റി കാണാനുള്ള പ്രോബ്ലം നോക്ക്. ഷെല്ലിൻ്റെ മാസ് അഥവാ ബുള്ളറ്റിൻ്റെ മാസ് തന്നിട്ടുണ്ട്. അതേപോലെ ഗണ്ണിൻ്റെ മാസും തന്നു 100 കിലോഗ്രാം. ഇനി ബുള്ളറ്റ് പോകുന്ന മസിൽ സ്പീഡ് തന്നു 80 മീറ്റർ/സെക്കൻഡ്. റീകോയിൽ സ്പീഡ്, റീകോയിൽ വെലോസിറ്റി കാണാനുള്ള ഫോർമുല അറിയാലോ, -mv/m ആണ്. ബുള്ളറ്റിൻ്റെ മാസ്, ബുള്ളറ്റിൻ്റെ വെലോസിറ്റി, ഗണ്ണിൻ്റെ മാസ് എല്ലാം തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 0.016 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. മൈനസ് സൈൻ എഴുതണം എന്ന് നിർബന്ധമല്ല, ഡയറക്ഷൻ കൂടി കാണിക്കുന്നതാണ് മൈനസ് സൈൻ. ഏതാവട്ടെ, മാഗ്നിറ്റ്യൂഡ് മാത്രമാകുമ്പോൾ സൈൻ എഴുതാതെ ആൻസർ എഴുതിയാലും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. Then ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ഫ്രിക്ഷൻ is the force which opposes the relative motion between two surfaces in contact with each other. What do you mean by limiting static friction? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ റെസ്റ്റിലുള്ള സമയത്ത് ഫ്രിക്ഷനാണ്. ആ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂവിനെ പറയുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, ഒബ്റ്റെയിൻ ദി എക്സ്പ്രഷൻ ഫോർ ഒപ്റ്റിമം സ്പീഡ് ഓഫ് എ വെഹിക്കിൾ ഓൺ എ കർവ്ഡ് ലെവൽ റോഡ്. ലെവൽ കർവ്ഡ് റോഡ് ആകുമ്പോൾ ഒപ്റ്റിമം സ്പീഡ് കാണാനുള്ള ഫോർമുല ഡിറൈവ് ചെയ്യാനാണ്. സിമ്പിൾ സ്റ്റെപ്സിൽ അത് ഡിറൈവ് ചെയ്ത് നമ്മൾ തിയറി പാർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് ഡൗട്ടുള്ളവർ ആ വീഡിയോ, ലോസ് ഓഫ് മോഷൻ്റെ ആ അരമണിക്കൂർ വീഡിയോ ഒന്ന് കാണണം. അത് വളരെ സിമ്പിളായി നമ്മൾ ആ മാക്സിമം സേഫ് വെലോസിറ്റി ലെവൽ റോഡിൻ്റെ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ ഫോർമുല? √μs/rg എന്ന് വരും. ഇനി അവിടെ പ്രോബ്ലം നോക്ക്. എ സൈക്ലിസ്റ്റ് സ്പീഡിംഗ് അറ്റ് 18 km/h ഓൺ എ ലെവൽ റോഡ് ടേക്സ് എ ഷാർപ്പ് സർക്കുലർ ടേൺ ഓഫ് റേഡിയസ് 3 മീറ്റർ വിത്തൗട്ട് റെഡ്യൂസിങ് ദി സ്പീഡ്. ഒരു സൈക്ലിസ്റ്റ് 18 km/h വെലോസിറ്റിയിൽ പോകുകയാണ്. ഒരു വളവ് തിരിയാണ്, സ്പീഡ് കുറക്കുന്നില്ല. ആ വളവിൻ്റെ റേഡിയസ് 3 മീറ്റർ ആണ്. കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ടയേഴ്സ് ആൻഡ് റോഡ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 0.1 ആണ്. വിൽ ദി സൈക്കിൾ സ്ലിപ്പ് വൈൽ ടേക്കിംഗ് ദി ടേൺ. ഈ ടേൺ കവർ ചെയ്യുന്ന സമയത്ത് ഈ സൈക്കിൾ സ്ലിപ്പാവുന്നു. ആ ലെവൽ റോഡിലെ കർവ്ഡ് ട്രാക്ക് കവർ ചെയ്യുമ്പോൾ ആ ഉണ്ടാകാൻ പറ്റുന്ന മാക്സിമം സേഫ് വെലോസിറ്റി √μs/rg ആണ്.
അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാക്സിമം വെലോസിറ്റി 1.71 കിട്ടും. ഈ സൈക്ലിസ്റ്റ് പോകുന്നത് 18 km/h, അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡ്. മാക്സിമം വെലോസിറ്റി സേഫായി പോകാൻ പറ്റിയത് 1.71 ആണ്. ഇയാൾ പോകുന്നത് 5-ലാണ്, എന്തായാലും സ്ലിപ്പാവും. അപ്പോൾ മാക്സിമം സേഫ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക, അയാൾ പോകുന്ന വെലോസിറ്റി നോക്കുക. ആ മാക്സിമം വെലോസിറ്റിയേക്കാളും കൂടുതലാണെങ്കിൽ അത് എന്തായാലും ആ റോഡിൽ നിന്ന് സ്കിഡായി പോകും എന്ന് മനസ്സിലാക്കാം. Then a circular track of radius 400 meter is kept with outer edge raised to make 5 degree with the horizontal. Okay, 5 degree ഹൊറിസോണ്ടലുമായി 5 degree പൊക്കി നിർമ്മിക്കാനും ഔട്ടർ സൈഡ് ഇന്നർ സൈഡിനേക്കാൾ പൊക്കുമ്പോൾ നമ്മൾ അതിനെ പറയുന്ന പേര് വാട്ട് ഡു യു കോൾ ദിസ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ട്രാക്ക്? ബാങ്കിങ് ഓഫ് കർവ് അല്ലെങ്കിൽ ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയും. ഓക്കെ, ഔട്ടർ സൈഡ് ഇന്നർ സൈഡിനേക്കാൾ പൊക്കുമ്പോൾ ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയും. ദെൻ ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ മാക്സിമം പെർമിസിബിൾ സ്പീഡ്. മാക്സിമം പെർമിസിബിൾ സ്പീഡ് കാണാനുള്ള ഫോർമുല ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ മാക്സിമം സേഫ് വെലോസിറ്റി കാണാനുള്ള ഫോർമുല ഡിറൈവ് ചെയ്യുന്ന സിമ്പിൾ സ്റ്റെപ്സ് ആണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ആദ്യം ഇവിടെ ഈ കർവ്ഡ് ട്രാക്ക് അതേപോലെ ഔട്ടർ സൈഡ് പൊക്കിയിരിക്കുകയാണ്. പിന്നെ എന്തൊക്കെ ഫോഴ്സുകളാണ് ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് എന്നൊന്ന് കാണിക്കണം. ആ ഫോഴ്സുകളാണ് ഞാനിവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോളൂ. ഒന്ന്, വെയിറ്റ് mg താഴോട്ടുണ്ടാവും. അതേപോലെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടുണ്ടാവും, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതിൻ്റെ 2 കമ്പോണൻസ്, ഇത് F cos തീറ്റ, അതേപോലെ ഇത് F sin തീറ്റ. നോർമൽ റിയാക്ഷൻ ഈ രൂപത്തിലുണ്ടാവും. നോർമൽ റിയാക്ഷൻ്റെ 2 കമ്പോണൻസ് എടുക്കുമ്പോൾ ഇവിടെ N sin തീറ്റ വരും, അതേപോലെ ഇവിടെ N cos തീറ്റ വരും. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് ഡെറിവേഷൻ നമ്മളവിടെ കാണിച്ചിട്ടുണ്ട്. എന്നാൽ സിമ്പിളായി ഈ 5 വരിയിൽ നമുക്ക് ആ ഡെറിവേഷൻ ചുരുക്കി എഴുതുകയും ചെയ്യാം. ഓക്കെ, ഈ 5 സ്റ്റെപ്സ് വൃത്തിക്ക് പഠിക്കുക, എന്നിട്ട് ഇതിൻ്റെ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാം. ഓക്കെ, then calculate the permissible speed of the car if the coefficient of friction is 0.2. കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.2 ആകുമ്പോൾ ആ മാക്സിമം വെലോസിറ്റി എത്രയായിരിക്കും? ഫോർമുല പറ. √RG × tan θ + μs ഡിവൈഡഡ് ബൈ 1 - μs tan θ. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ തന്നിരിക്കുന്ന ഈ ആംഗിൾ 5 ഡിഗ്രി അല്ല 15 ഡിഗ്രിയാണ്. അത് ക്വസ്റ്റ്യൻ മിസ്റ്റേക്കാണ്. 15 ഡിഗ്രിയാണ് ആംഗിൾ ഓഫ് ബാങ്കിങ്. അത് വെച്ച് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റേഡിയസ് 400 ആണ്, G 9.8 ആണ്, ആംഗിൾ 15 ആണ്, കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം വെലോസിറ്റി 33.84 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, സോ ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററിലെ മുഴുവൻ ടോപ്പിക്കുകളും നമ്മൾ വൃത്തിയായി തിയറി ക്ലാസ്സിൽ ചുരുക്കി നമ്മൾ പറഞ്ഞു. അതിനുശേഷം പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളും പറഞ്ഞു. ഈ ഏരിയയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കൽ പതിവാണ്. കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നാളത്തെ എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ആൾ.